കൊള്ളാവല്ലോ, നല്ല സാരിയാണല്ലോ. മോൾ എവിടെ പോവാ ഇന്ന്? ആഹാ, എവിടെ വെച്ചാ കല്യാണം? കൂട്ടുകാരിയുടെയോ? എടി, എന്നാ പിന്നെ ഇവളെയും കൂടെ പിടിച്ച് കെട്ടിക്കടി. വെറുതെ എന്തിനാ, കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിച്ച് പോവില്ലയോ? നല്ല സാരിയാ കേട്ടോ. എത്ര രൂപയായി? എവിടുന്നാ വാങ്ങിയത്? എന്റെ ദൈവമേ, 2500 രൂപയോ ഈ സാരിക്കോ? ഞാൻ വിചാരിച്ചു വല്ല 10-700 രൂപ വല്ലോ 750 രൂപ വല്ലോ കാണത്തുള്ളത്. ഓ, 2500 രൂപയുടെ മതിപ്പൊന്നുമില്ല. ഇതുപോലത്തെ 2500 രൂപ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ 3-4 സാരി ഇവിടെ കിട്ടിയാനല്ലോ. നിങ്ങൾ അല്ലേലും നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ അമ്മയും മക്കളും അങ്ങേ അറ്റത്തെ പൈസയും കൊടുത്ത് നിങ്ങൾ കൊള്ളാത്ത തുണി മേടിച്ചുകൊണ്ട് വരും. ഞങ്ങളൊക്കെ എടുക്കുന്ന സാരി എന്ത് നല്ല സാരിയാണ്, നല്ല കളറും ഇതുപോലെ. പക്ഷെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അടുത്തോട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേന് ഒരു വല്ലാത്തൊരു കളർ നിന്റെ മുഖത്തിന് അങ്ങ് ശരിക്കും അങ്ങോട്ട് അങ്ങ് ചേരുന്നില്ലെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും പോവുക അല്ലെ കല്യാണമൊക്കെ ഉള്ള ദിവസം തലയിൽ നല്ലതുപോലെ എണ്ണ വെച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പം നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ആ ചീപ്പിട്ടൊന്ന് ചീകി വെക്കുമ്പോഴത്തേനും മുടിയെല്ലാം ഒതുങ്ങിയിരുന്നോളൂ. ഇതിപ്പോ നിങ്ങൾ കല്യാണത്തിന് ഈ ബസ്സിലും വണ്ടിയിലും ഒക്കെ കയറി ഇറങ്ങി അങ്ങ് ചെല്ലുണ്ടായോ? അപ്പോഴത്തേനും ഈ കാറ്റെല്ലാം കൂടെ അടിച്ച് മുടിയെല്ലാം കൂടി ഇപ്പൊ തന്നെ പറന്ന് പിടിച്ചാ കിടക്കുന്നത്. ഇനി വണ്ടിയെല്ലാം കൂടെ കയറുമ്പോഴത്തേനും പറന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഫ്രണ്ടിലോട്ടിരിക്കും. ആണ്ടെ, കണ്ണിലിട്ടാ കാണാത്തൊരു പൊട്ടും കൂടെ എടുത്ത് വെച്ചേക്കുക. ഇച്ചിരി വലിയ പൊട്ടൊക്കെ തോടും. ഇപ്പൊ പ്രായമൊക്കെ ഇത്ര ആയില്ലേ, കൊച്ചു പിള്ളേർ. ഇതിപ്പോ കുഞ്ഞു പിള്ളേർ തൊടുന്ന പോലെ കണ്ണിലിട്ടാ കരികരിക്കാത്തൊരു പൊട്ട് തോടും. അങ്ങോട്ട് വാ, ഇവിടെ പൊട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് വാ. ചിങ്കാറോ കൺമഷിയോ എന്തെങ്കിലും കൊണ്ടൊരു പൊട്ട് ഇച്ചിരി വലുതായിട്ടെങ്കിലും തോടും. മനുഷ്യരൊന്ന് കണ്ടോട്ട് ആ മുഖത്തൊരു പൊട്ട് വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുവായിരുന്നു കുഞ്ഞെ, നീ ഈ കുർത്തയും ചുരിദാറിന്റെ സെറ്റൊക്കെ മേടിക്കാൻ പോകുമ്പോഴേ അതിന്റെ ഒന്നും കൂടെ കൈ കിട്ടത്തില്ലോ? ഞങ്ങളൊക്കെ ചുരിദാറോ, ഞാൻ എന്റെ കൊച്ചിന് സൂട്ടൊക്കെ മേടിക്കുമ്പോഴത്തേന് അതിന്റെ കൂടെ ഒക്കെ കൈ അതിന്റെ കൂട്ടത്തിൽ പിടിപ്പിച്ചിട്ടില്ലല്ലോ, അതിന്റെ അകത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അതെടുത്ത് തയ്പ്പിച്ച് വെക്കാം, ഇഷ്ടമില്ലെങ്കിൽ വെക്കണ്ട. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൈയൊന്നും കിട്ടത്തില്ലയോ? ഞാൻ ഒരു തുണിയുടെ കൂടെയും നിങ്ങൾ രണ്ടുപേരും ഇടുന്ന ഒരു കുർത്തയുടെ കൂടെ ഇന്ന് വരെ ഞാൻ നിങ്ങളതെ കൈ ഫിറ്റ് ചെയ്ത് വെച്ച് കണ്ടിട്ടില്ല. മോനെ, കൈക്കൊക്കെ ഇച്ചിരി വണ്ണമുള്ളവര് ഈ കൈയൊന്നും ഇല്ലാത്ത തുണി ഇട്ടാൽ കൊള്ളത്തില്ല. വെറുതെ നാട്ടുകാരൊക്കെ ഓരോന്ന് പറയും, എന്തോ കാര്യത്തിനാ. എന്റെ ഒരു ലുക്കിനനുസരിച്ചുള്ള ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി ഡാർക്ക് കളർ ഒന്നും വിടരുത്. എന്നുവെച്ചാൽ വഴിയൊക്കെ പോകുമ്പോഴത്തേന് ഡാർക്ക് കളറൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കും. നല്ല ലൈറ്റ് കളറൊക്കെ ആണെങ്കിൽ മുഖത്തിനൊക്കെ ചേരുകയും ചെയ്യും, ഇച്ചിരി ഭംഗിയും കാണും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും. നിങ്ങൾ ചുമ്മാ അത് ഒരു അമ്മച്ചി സ്റ്റൈൽ അങ്ങ് ആവാതെ അതിനെ പോലൊക്കെ ഇച്ചിരി മോഡേൺ ആണ്. ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ നല്ല മോഡേൺ ആയിട്ടാണ് ഞാൻ അവരെ വളർത്തുന്നത്. ദൈവമേ, നിനക്ക് ഇത്രയും പൊക്കമില്ല എന്റെ കുഞ്ഞ്. നീ എന്തോ ഈ ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ടേക്കുന്നത്? ഈ ഹീലുള്ള ചെരുപ്പൊക്കെ പൊക്കമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഇത്രയും പൊക്കമായിട്ട് ഈ സാരി ഉടുത്തിട്ട് നീ എന്തോ കാര്യത്തിന് ഈ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടേക്കുന്നേ? എന്തൊരു വൃത്തികേടാന്ന് നോക്കിയേ. ഒരു ലോജിക്കും ഇല്ലാത്ത പിള്ളേരാ. ഇതെന്തുവാ ഇത്?